വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരംഭിച്ചു. വികസിത ഭാരത് പദ്ധതിയിൽ തുറമുഖ നഗരങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വികസനത്തിൽ ഊന്നി തന്നെയായിരുന്നു. ഈ പദ്ധതിയുടെ പ്രാധാന്യം, ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പദ്ധതികൾ, ഇതെല്ലാം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്തെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചതിലൂടെ വ്യക്തമാക്കിയത്? കൃത്യമായ സന്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നൽകിയത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ ആദിശങ്കരാചാര്യരുടെ ജയന്തി ദിനമാണിതെന്ന് ഓർപ്പിച്ചുകൊണ്ടാണ്. ഈ പവിത്രമായ നിമിഷം ആദിശങ്കരാചാര്യന് മുന്നിൽ ശിരസ് കുനിക്കുന്നു എന്ന രീതിയിലുള്ളൊരു സന്ദേശവും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് നവഭാരതത്തിൻ്റെ വികസന രീതികളുടെ മാതൃകയാണ് വിഴിഞ്ഞം എന്നുള്ളതാണ്. ഈ വലിയ ചലനങ്ങൾ, പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ MSME തലങ്ങൾ മുതൽ പ്രാദേശിക തലത്തിലുള്ള ആളുകളുടെ ജീവനോപാധി മുതലുള്ള വലിയ മാറ്റങ്ങൾ, അതായത് ചെറുകിടമായിട്ടുള്ള ആ പ്രദേശങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങൾ മുതൽ വലിയ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വരെയുള്ള വികസന രീതികളാണ് വിഴിഞ്ഞം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഈ തുറമുഖ പൂർത്തീകരണത്തോടെ രാജ്യത്തിന് നഷ്ടമാകുന്ന വലിയൊരു ഫണ്ട്, വലിയൊരു തുക, അതായത് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഷിപ്മെൻറ്റുകളുമൊക്കെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട്, തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട് രാജ്യത്തിന് നഷ്ടമാകുന്ന ഒരു വലിയ ഫണ്ടുണ്ട്, ഒരു വലിയ തുകയുണ്ട്. ആ തുക അത് കേരളത്തിനും വിഴിഞ്ഞത്തിനുമൊക്കെ ഇവിടുത്തെ സാധാരണക്കാർക്കൊക്കെ ഉപയോഗമാകുന്ന രീതിയിലേക്ക് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയും, വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വിൽക്കുന്നു. വികസിത ഭാരത സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടുകൾ ഒന്നായിരിക്കും വിഴിഞ്ഞം, അല്ലെങ്കിൽ വികസിത ഭാരത സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകകൾ ഒന്നായിരിക്കും വിഴിഞ്ഞം എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചു. ഈ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തുമെന്നുള്ളൊരു കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശവും അദ്ദേഹം ഇതിനിടെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ളൊരു അവകാശവാദം ഉന്നയിക്കാൻ ആ രീതിയിലേക്കൊന്നും അദ്ദേഹം പോകുന്നത് നമ്മൾ കണ്ടില്ല. കേരളത്തിൻ്റെ ഈ വികസനത്തോടൊപ്പം തന്നെ എന്തൊക്കെ സാധ്യതകൾ കേരളത്തിനുണ്ടാകും വിഴിഞ്ഞത്തിനൊപ്പം എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം പ്രധാനമായും ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. ഈ തുറമുഖ വികസനത്തിനൊപ്പം തന്നെ ഹൈവേയുടെയും റെയിൽവേയുടെയും എയർപോർട്ടുകളുടെയും ഒക്കെ വികസനം സാധ്യമാകുന്ന രീതിയിലാണ് വിഴിഞ്ഞം വിഭാവനം ചെയ്തിരിക്കുന്നതെന്നുള്ള കൃത്യമായ മെസ്സേജ് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകളുടെ വികസനത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചു. എങ്ങനെയാണ് ആ പദ്ധതികളും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നു. കേരളത്തിന് ആധുനിക വന്ദേ ഭാരത് ട്രെയിനുകൾ നൽകിയ കാര്യം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേരളത്തിൻ്റെ വികസനത്തിലൂടെ ഭാരതം വികസിക്കുക എന്നുള്ളൊരു വലിയ സന്ദേശം കൂടി അദ്ദേഹം മലയാളികൾക്ക് മുന്നിൽ വെക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ജൽജീവൻ മിഷൻ, ജല മിഷൻ, സൂര്യ പദ്ധതി തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ അത് കേരളത്തിലെ സാധാരണക്കാർക്ക് എങ്ങനെ ഉപയോഗമാകുന്നു അല്ലെങ്കിൽ ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നു. പിന്നീട് ഈ പൊന്നാനി പുതിയാപ്പ ഫിഷിംഗ് ഹാർബറുകളുടെ നവീകരണത്തെക്കുറിച്ച് കൃത്യമായ സന്ദേശം നൽകി. അതോടൊപ്പം തന്നെ ഈ കേരളം വിഴിഞ്ഞം വരുന്നതോടുകൂടി കേരളം ആഗോള മാരിടൈം വാണിജ്യ മേഖലയിൽ നിർണായക കേന്ദ്രമാകുമെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ പുതിയ ഭാരതത്തിന് പുതിയ കേരളം എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അദ്ദേഹം കേരളത്തിന് മുന്നിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് മുന്നിൽ ഈ വിഴിഞ്ഞത്തെ ഈ കമ്മീഷനിങ് വേദിയിൽ വെച്ച് നൽകിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സമുദ്ര വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി ഈ വിഴിഞ്ഞം മാറുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് വിശദമായി കൃത്യമായി പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞവസാനിപ്പിച്ചതുപോലും മലയാളത്തിലാണ്. നമുക്കൊരുമിച്ചൊരു വികസിത കേരളം പടുത്തുയർത്തണമെന്ന പ്രധാനമന്ത്രി ഒരു ആഹ്വാനം അത് മലയാളികൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അങ്ങനെ വിഴിഞ്ഞം എന്ന് പറയുന്ന ഈ വലിയ സങ്കല്പം, വലിയ ആശയം അത് പ്രാവർത്തികമായി അതിൻ്റെ ഏറ്റവും വലിയ പ്രൗഢിയോടെ ഇന്ന് തലസ്ഥാനത്ത് വിഴിഞ്ഞത്ത് തലയുയർത്തി നിൽക്കുമ്പോൾ അതിൽ വിഴിഞ്ഞത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വലിയ വികസന സ്വപ്നങ്ങൾക്ക് പുതുമാതൃകകൾ നൽകാൻ, പുതിയ വേഗം നൽകാൻ കഴിയുമെന്നുള്ള സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വിഴിഞ്ഞത്ത് ഈ പറയുന്ന പോർട്ട് കേന്ദ്രീകൃതമായിട്ടുള്ള, തുറമുഖ വാണിജ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പുതിയ കേരളത്തിൻ്റെ ഒരു പുതിയ സാമ്പത്തിക വ്യവസ്ഥിതി തന്നെ വളർന്നു വരും എന്നുള്ളൊരു കൃത്യമായ സൂചനയും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ കമ്മീഷനിങ് വേദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ടായിരുന്നത്. കൃത്യമായ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള, കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളിൽ ഊന്നിക്കൊണ്ടുള്ള, എന്നാൽ വികസനത്തിന് മുകളിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാതെ വികസനത്തിൻ്റെതായ സാധ്യതകൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള, എല്ലാത്തരം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സന്ദേശവും എല്ലാത്തരം ആളുകൾക്കും സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഇവിടെ നിന്ന് മടങ്ങിയ ആളുകൾ പോലും അത് കൃത്യമായി നമ്മോട് പറയുന്നുണ്ടായിരുന്നു. അവരുടെ പ്രതികരണങ്ങളിൽ പോലും അവർക്കത് വലിയ പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു. പ്രത്യേകിച്ച് വിഴിഞ്ഞം വരുമ്പോൾ മലയാളികൾക്ക്, തിരുവനന്തപുരത്തുകാർക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ, പുതിയ ലോജിസ്റ്റിക്സ് പാർക്കുകൾ വരുന്നതിനെ പറ്റി, പുതിയ ഇൻഡസ്ട്രിയൽ
കോറിഡോറുകൾ എത്തുന്നതിനെ പറ്റി, പുതിയ വ്യവസായ കേന്ദ്രീകൃത ഓരോ പ്രാദേശിക തലത്തിലും കേന്ദ്രീകൃതമായ പുതിയ വ്യവസായ സാധ്യതകൾ വരുന്നതിനെ പറ്റിയൊക്കെയുള്ള കൃത്യമായ സന്ദേശം അദ്ദേഹം പകർന്നു നൽകി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ ശ്രമിച്ച ഇവിടെ നിന്ന് മടങ്ങിയ ആളുകൾ പോലും പ്രതികരിക്കുന്നത്. അങ്ങനെ വിഴിഞ്ഞം ഇവിടെ കമ്മീഷനിങ് ചെയ്യപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് പുതിയ ഭാരതത്തിൻ്റെ ഗതിവേഗത്തിനൊപ്പം വികസന വേഗത്തിനൊപ്പം കേരളവും മുന്നോട്ട് വരണം എന്നുള്ള വലിയ സന്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണകളും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള കൃത്യമായ വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജ് നൽകിയിട്ടാണ് പ്രധാന സേവകൻ കേരളത്തിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിൻ്റെ ആദ്യഘട്ടം കമ്മീഷനിങ് പൂർണ്ണമായിരിക്കുന്നു. ഇനി അടുത്ത ഘട്ട വികസനങ്ങളിലേക്ക്, അതിവേഗമായിട്ടുള്ള വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയിലേക്ക്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വ്യാപാര നേട്ടങ്ങളിലേക്ക്, കേരളത്തിൻ്റെ വരുമാനത്തിലടക്കം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഭാവന നൽകുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുന്നതോടുകൂടി ഭാരതത്തിലെ തന്നെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യ വ്യവസായ കേന്ദ്രമായി നമ്മുടെ തലസ്ഥാന ജില്ല കൂടി വളരാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടുകൊണ്ട് വിഴിഞ്ഞം നമുക്ക് കമ്മീഷനിങ് ചെയ്യപ്പെട്ടിരിക്കുന്നു, നാടിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. രോഹിണി. അതെ, പ്രജിത്ത് തുടരുക. പ്രജിത്തിലേക്ക് എത്താം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി.